ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സയൻസ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ GK ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ട് സയൻസ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. എന്നാൽ ചില ഉദ്യോഗാർത്ഥികൾ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം സയൻസ് ക്ലാസ് കൂടി നമ്മൾ പാരലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ബയോളജിയിലെ ജീവശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് 5ാം ക്ലാസ്സിലെ ഒന്നാം പാഠഭാഗം 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ റിവൈസ് ചെയ്തതാണ്. ഇത് 2016 സിലബസ് പ്രകാരമുള്ള പാഠഭാഗമാണ്. 2024 പാഠം നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ആദ്യം 2016 പഠിച്ചു വെക്കുക. അതിൻ്റെ കാരണം PSC മിക്കവാറും റെഫർ ചെയ്യുക പഴയ പാഠപുസ്തകം തന്നെ ആയിരിക്കും. സോ പാഠത്തിൻ്റെ പേര് സസ്യലോകത്തെ അടുത്തറിയാം. അപ്പോൾ സസ്യജാലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠമാണ് അല്ലേ. 5ാം ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് സിമ്പിളായിട്ടായിരിക്കും കാര്യം പറയുക, കഥകളിലൂടെയൊക്കെ. അവധിക്കാലം കഴിഞ്ഞു, ഇനി മഴയത്ത് കളിച്ച് രസിച്ച് കുടയുമായി സ്കൂളിലേക്ക്. ഇന്ന് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത്? സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ഭക്ഷണം കഴിച്ചു, എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പാഠഭാഗത്തിലേക്ക് കൊണ്ടുവരാണ്. നമ്മൾ കഴിച്ച കൂട്ടത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെ കുറേ ആഹാര പദാർത്ഥങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നൽകിയ ചിത്രങ്ങൾ പരിശോധിക്കും. സസ്യങ്ങളുടെ ഏത് ഭാഗങ്ങളാണ് ഇവയെന്ന് പട്ടികപ്പെടുത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ വേര് ഉള്ളത് കഴിക്കും, ഇലക്കറികൾ കഴിക്കും, പഴവർഗ്ഗങ്ങൾ കഴിക്കും, അതേപോലെ ചിലതിൻ്റെ സ്റ്റെമ്പ് അല്ലേ, അതിൻ്റെ ദണ്ട് നമ്മൾ കഴിക്കാറുണ്ട്. ചീരയുടെ ഇല മാത്രമാണോ നാം ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്? ക്ലോറിഫ്ലവർ കണ്ടില്ലേ, അതിൻ്റെ ഏത് ഭാഗമാണ് നാം ഭക്ഷിക്കുന്നത്? നാം ആഹാരത്തിനായി തണ്ടും പൂവും ഉപയോഗപ്പെടുത്തുന്ന സസ്യങ്ങൾ കൂടി എഴുതുക എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് വായിക്കുക, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് തിയറീസിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ സസ്യങ്ങളെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾക്ക് നാം പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ചോദ്യം. കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ഇഞ്ചി, ഏലം, ഇതൊക്കെ ഏകദേശം സുഗന്ധവ്യഞ്ജനങ്ങളാണ് അല്ലെ. സുഗന്ധവ്യഞ്ജനങ്ങളും ഔഷധങ്ങളുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധങ്ങൾ തുടങ്ങി മറ്റു പല ആവശ്യങ്ങൾക്കും നാം സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. നിത്യേന കാണാറുള്ള ആടലോടകം, കറിവേപ്പ്, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, ആര്യവേപ്പ്, തൊട്ടാവാടി എന്നീ ചെടികളാണ് ചിത്രത്തിലുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഈ പറയപ്പെട്ട പലതരത്തിലുള്ള ചെടികൾ. ചുറ്റുപാടുകളിൽ നിന്നും ഈ ചെടികളെ തിരിച്ചറിയാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കിവകളുടെ തിയറീസിലേക്ക് വരാം. എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്നു അല്ലേ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ ജന്തുക്കളും ഭക്ഷണത്തിനായിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാം ആഹാരം തരുന്ന സസ്യങ്ങളുടെ ഭക്ഷണം എങ്ങനെയാണ്? അതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത്. പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസിലൂടെയാണ് ഒരു സസ്യം ആഹാരം പാചകം ചെയ്യുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിരിക്കുമ്പോൾ മനസ്സിലാവും. സൂര്യപ്രകാശമുണ്ട്. സൂര്യപ്രകാശം നേരെ ഒരു ചെടിയിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഓക്സിജനും ജലവും അവിടെ എത്തുന്നതും അതിൽ നിന്ന് പുറത്തു പോകുന്നതുമായിട്ടുള്ളൊരു ചിത്രം. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നോക്കാം. സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. വേരിലൂടെയാണ്. ഇവിടെ വെള്ളത്തിൻ്റെ ചിത്രം കണ്ടില്ലേ, വേരിലൂടെയാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴി വലിച്ചെടുക്കുന്നുണ്ട്. ചെറിയ സുഷിരം, അതിൻ്റെ പേരൊക്കെ നമ്മൾ പറയും. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയാണ്. ഇവയെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വെള്ളം വലിച്ചെടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുന്നതും ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ എവിടെ വെച്ചാണ് ആഹാര നിർമ്മാണം? ഇലകളിൽ. ഇതൊക്കെ ബേസിക് ഫാക്റ്റ് ആണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് നമ്മൾ പഠിക്കും കേട്ടോ. ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അപ്പോൾ ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രധാനമായിട്ടും വേണ്ടത്
ഹരിതകം എന്ന വർണ്ണവസ്തു, അത് ഇലകളിലാണ്. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവും സൂര്യപ്രകാശവും വേണം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. PYQ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ് ആണ്. അഥവാ പ്രകാശ സംശ്ലേഷണം പൂർത്തിയാകുന്ന സമയത്ത് സസ്യങ്ങൾക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസ് ആണ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഉൽപ്പന്നമായിട്ട് ഗ്ലൂക്കോസും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തു വിടുന്നു. ഇപ്പോൾ ഇവിടെ ഓക്സിജൻ പുറത്തേക്ക് പോകുന്ന കണ്ടില്ലേ? അപ്പോൾ പകൽ സമയത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടും, ഗ്ലൂക്കോസ് സസ്യം അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പകൽ സമയത്ത്, അപ്പോൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം, സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. ചോദിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്ന് പറയും. അത് പിന്നീട് അന്നജമാക്കി മാറ്റിയാണ് അല്ലേ, നമ്മൾ ചെയ്യുന്നത് പോലെ അന്നജം സ്റ്റാർച്ച് ആക്കി മാറ്റിയാണ്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് പറയുന്നു. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ സ്വപോഷികൾ അല്ലെ, സ്വന്തമായിട്ട് പോഷണം നൽകുന്ന ആളുകളെ സ്വപോഷികൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ അടിവരയിട്ടതെല്ലാം PYQ. ഇലകളിൽ ഹരിതകം എന്ന വർണ്ണവസ്തുവും സൂര്യപ്രകാശവും, ഇത് രണ്ടുമാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഓക്സിജൻ പകൽ സമയത്ത് പുറത്തേക്ക് കളയുന്നു, ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റുന്നു. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നത് കൊണ്ട് സസ്യങ്ങളെ സ്വപോഷികളെന്ന് അറിയപ്പെടുന്നു. ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും, അത് സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും, ഇത് രണ്ടും സഹായക വസ്തുക്കളാണ്. സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സഹായത്തോടു കൂടി എന്താക്കി മാറ്റുന്നു? ഓക്സിജനും ഗ്ലൂക്കോസുമാക്കി മാറ്റുന്നു കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് ഓക്സിജൻ അല്ലേ, ഞാൻ തൽക്കാലം ഷോർട്ടാക്കി എഴുതുകയാണ് കേട്ടോ. ഗ്ലൂക്കോസും ഓക്സിജനുമാക്കി മാറ്റുന്നു. സസ്യങ്ങൾക്ക് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു എന്ന് പറയില്ലേ? ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് കുട്ടികളോട് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. വെറ്റിലയുടെയോ ചേമ്പിലയുടെയോ അടിവശത്തെ പാളി അല്പം ഒന്ന് ഇളക്കിയെടുക്കുക. പാളി നേർത്ത സ്റ്റെയിനിൽ മുക്കുക. പോയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ഇത് ഗ്ലാസ് സ്റ്റെയിനിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഇലകളിൽ സുഷിരങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലകളിൽ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്. ആ സുഷിരങ്ങൾക്ക് നമുക്ക് പേര് കൊടുക്കാം. ആസ്യാരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ PYQ ആണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലെ ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ വാതക വിനിമയം നടക്കുന്ന ഇലകളിലെ ചെറിയ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് ആസ്യരന്ധ്രം. വാതക വിനിമയം നടക്കുന്ന ഇലകളിലെ ചെറിയ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ ചില ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ ജലബാഷ്പമായാലും ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതായാലും കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതായാലും ഇലകളിലെ ആസ്യരന്ധ്രം വഴിയാണ്. ഇനി സസ്യങ്ങളുടെ ഏത് ഭാഗത്താണ് സൂര്യപ്രകാശം കൂടുതൽ പതിക്കുന്നത്? സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന തരത്തിലാണോ സസ്യങ്ങളിൽ ഇല ക്രമീകരിച്ചിട്ടുള്ളതെന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇലകളിൽ തന്നെയാണ് നന്നായിട്ട് പ്രകാശം പതിക്കുന്നത് അല്ലേ, പ്രത്യേകിച്ച് ഈ ഭാഗത്തല്ലേ, ഈ പുറം ഭാഗത്താണ് ഇലകളിൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നത്. നമ്മൾ ഹരിതകം എന്ന വർണ്ണവസ്തുവിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ? സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ്. സസ്യത്തിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകത്തെയാണ് നമ്മൾ ഹരിതകം എന്ന് പറയുന്നത്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. അപ്പോൾ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം കൂടുതൽ കാണുന്നത് ഇലകളിലാണ്. അതുകൊണ്ടാണ് ഇലകൾ പച്ച നിറത്തിൽ വരുന്നത് അല്ലേ. വർണ്ണകമാണ് വർണ്ണങ്ങൾ നൽകാൻ സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ പച്ച നിറത്തിൽ കാണുന്നത് അതിന് കാരണം ഹരിതകമുള്ളത് കൊണ്ടാണ്. ഇനി എല്ലാ ഇലകൾക്കും പച്ചയാണോ? അല്ല. ചീരയൊക്കെ കണ്ടില്ലേ, ചീരയുടെ നിറം പച്ചയാണോ? ചുവപ്പൊക്കെ ഇല്ലേ. അപ്പോൾ ഇവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ചുവന്ന ചീരയുടെ ഇല
പല പരീക്ഷണങ്ങളിലൂടെ നോക്കുക. ചുവന്ന ചീരയിൽ ഹരിതകമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ചുവന്ന ചീരയിലും ഹരിതകമുണ്ട്. ചുവന്ന ചീരയിലും ഹരിതകമുണ്ട്. നമ്മൾ ആ പരീക്ഷണത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇലകളിലും ഹരിതകമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ചീരയ്ക്ക് ചുവപ്പ് നിറം കിട്ടി? അത് നമ്മൾ പഠിക്കണം. എന്തുകൊണ്ട് ചില ഇലകൾക്ക് നിറം മാറുന്നു? ഇവിടെ കണ്ടില്ലേ, പച്ച കളറുണ്ട്, മറ്റ് പല കളേഴ്സ് വരുന്നുണ്ട് അല്ലേ, പല നിറത്തിലുള്ള. ഇവിടെ മഞ്ഞ വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, പല നിറത്തിൽ വരുന്നുണ്ട്. ഹരിതകം അല്ലാത്ത വർണ്ണകങ്ങളും സസ്യങ്ങളിലുണ്ട്. ഇതിന് കാരണം ഹരിതകമല്ലാത്ത വർണ്ണകങ്ങൾ ആണ് നിറം നൽകുന്നത്. അതുകൊണ്ടാണ് വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഹരിതകമല്ലാത്ത വർണ്ണകങ്ങളും സസ്യങ്ങളിലുണ്ട്. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണകമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും. അപ്പോൾ സാന്തോഫിൽ എന്ന വർണ്ണകം ഒരു ഇലയിലുണ്ട് എങ്കിൽ ആ ഇല മഞ്ഞ നിറത്തിലായിരിക്കും. അപ്പോൾ സാന്തോഫിൽ എന്ന വർണ്ണകം നൽകുന്ന നിറം മഞ്ഞയാണ്. അല്ലെങ്കിൽ ഒരു ഇലയിൽ മഞ്ഞ നിറം കാണാനുള്ള കാരണം സാന്തോഫിൽ എന്ന വർണ്ണകമാണ്. പഠിച്ചു വെക്കുക, PYQ ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇനി കരോട്ടിൻ ഉള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലായിരിക്കും. അപ്പൊ ക്യാരറ്റ് എന്ന് ഓർത്താൽ മതി. ക്യാരറ്റ് ഒക്കെ ഏകദേശം ഒരു ഓറഞ്ച് കളറല്ലേ. അപ്പൊ ഓറഞ്ചും മഞ്ഞയും നിറഞ്ഞ കളറാണ് കരോട്ടിൻ നൽകുന്നത്. സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും. ഇനി ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണകമുണ്ട്. ഇത് ചുവപ്പ് നിറമാണ്. അപ്പൊ ആന്തോസയാനിൻ ചുവപ്പ് നിറമാണ്. ഇത് മൂന്നും PYQ ആണ്. സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും, ആന്തോസയാനിൻ ചുവപ്പ് നിറം. ഇപ്പൊ ഇവിടെ എല്ലാം ചോദിക്കുന്നുണ്ട്, ചെമ്പരത്തിപ്പൂ ചുവന്നത് ആകാൻ കാരണം ആന്തോസയാനിൻ ആണ് അല്ലെ. സൂര്യകാന്തിപ്പൂ മഞ്ഞ ആകാനുള്ള കാരണം അവിടെ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ വർണ്ണകമായിട്ടുള്ള സാന്തോഫിലാണ് അല്ലെ, സാന്തോഫിൽ. അടുത്തത്, ടീച്ചറോട് വൈജു ഒരു കാര്യം പറഞ്ഞു. ടീച്ചറെ, വീട്ടിലെ ബെഡ്റൂമിൽ ഞാൻ കുറച്ച് ചെടികൾ വളർത്തിയിട്ടുണ്ട്. ചെടി പുറത്ത് വിടുന്ന ഓക്സിജൻ വീട്ടിനകത്ത് നന്നായിട്ട് കിട്ടുമല്ലോ. അപ്പൊ പകൽ സമയത്ത് ചെടികൾ ഓക്സിജൻ പുറത്ത് വിടുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ബൈജു പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉള്ളിൽ ഇങ്ങനെ ചെടികൾ വളർത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പകൽ സമയത്ത് ഓക്സിജൻ പുറത്ത് വിടുമെന്നാ പറഞ്ഞല്ലേ. പകൽ സമയത്ത് ഓക്സിജൻ പുറത്ത് വിടും, എന്നാൽ രാത്രി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തു വിടുന്നത്. മനുഷ്യനായാലും സസ്യമായാലും ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജൻ തന്നെയായിരിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് അതിന് കാരണം. പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ചെടികൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ്. ശ്വസനം എന്ന് പറയുന്നത് ആ ശ്വസന വ്യവസ്ഥയാണ്. ശ്വസനം ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതല്ല, ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നതാണ്. ഇവിടെ നോക്കാം, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, ഓക്സിജനും ഉണ്ട് അല്ലേ. അപ്പം അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ അകത്തേക്ക് വലിക്കുന്നു, ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഇത് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലാണ്. എന്നാൽ ശ്വസനത്തിലേക്ക് വരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ തന്നെയാണ് ചെടികൾ വലിച്ചെടുക്കുന്നത്. ചെടികളും മനുഷ്യരും മൃഗങ്ങളും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ ശ്വസനം മനുഷ്യൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെടികളും ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണം മാത്രമാണ് പ്രത്യേകത ഉള്ളത്. സസ്യങ്ങൾ എപ്പോഴും ഓക്സിജനെ മാത്രമാണോ പുറത്തുവിടുന്നത്? അല്ല. പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ സാധ്യമാണോ? എന്തുകൊണ്ട്? രാത്രിയിൽ സാധ്യമല്ല. കാരണം സൂര്യപ്രകാശം വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനം ശ്വസനമാണ്. അപ്പോൾ രാത്രി ആയാലും പകലായാലും സസ്യങ്ങൾ ശ്വസന പ്രക്രിയ നടത്തുന്നുണ്ട് അല്ലേ. അപ്പൊ മൃഗങ്ങളും ജീവികളും സസ്യങ്ങളും ഒരേപോലെ നടത്തുന്നത് ശ്വസനമാണ്. പ്രകാശ സംശ്ലേഷണം എന്നുള്ളത് ആർക്ക് മാത്രമുള്ളതാണ്? സസ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, രാത്രി മരച്ചുവട്ടിൽ കിടന്നിറങ്ങുന്ന ഒരാൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? ഇല്ല. കാരണം രാത്രി സസ്യങ്ങളും ഓക്സിജൻ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്താൻ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. നമ്മൾ പറയും പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു. എന്നാൽ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയും ചെയ്യും. അപ്പോൾ രാത്രി ആകുമ്പോൾ സസ്യങ്ങൾ
ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കില്ല, ഓക്സിജനെ ആയിരിക്കും വലിച്ചെടുക്കുക. ഇപ്പോൾ രാത്രി ഒരാൾ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നാൽ അത് അത്ര നല്ലതായിരിക്കില്ല. പ്രത്യേകിച്ച് വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പകൽ സമയത്ത് അത്ര പ്രശ്നമില്ല, പകൽ സമയത്ത് അവർ ഓക്സിജൻ പുറത്ത് വിടുന്നത് കൊണ്ട് നമുക്ക് അത്ര പ്രശ്നമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് മുൻവർഷ ചോദ്യമാണ് കേട്ടോ. അടുത്ത ടോപ്പിക്ക് താമസിക്കാനൊരിടം. ഇപ്പോൾ സ്കൂളിൽ നിന്നും പഠനയാത്ര പോയ സഫിയ എന്ന കുട്ടിയുടെ ഡയറി കുറിപ്പാണ്. ഇന്ന് സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയി. എന്നെ ഏറെ ആകർഷിച്ചത് ഓർക്കിഡേറിയമാണ്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു പ്രസ്താവന കിട്ടി. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന പൂന്തോട്ടത്തെ പറയുന്ന പേര് ഓർക്കിഡേറിയം എന്നാണ്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. എത്ര മനോഹരമായ പൂക്കളാണ് ഇതിൻ്റേത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ചെടികളെ വളർത്തുന്ന രീതിയാണ്. അപ്പോൾ സാധാരണ ചെടികൾ വളർത്തുന്നത് പോലെയല്ല, തൂക്കിയിട്ട പലകയിൽ ചകിരിയും മറ്റും കെട്ടിവെച്ചാണ് ചെടി വളർത്തുന്നത്. മറ്റു ചിലത് മരശിഖരങ്ങളിലും. ഇവയ്ക്ക് വളരാൻ മണ്ണ് വേണ്ടത്രേ. അപ്പോൾ മണ്ണ് ഇല്ലാതെ, മണ്ണിൻ്റെ സഹായം വേണ്ടി വരാതെ വളരുന്ന ചെടികളാണ് ഓർക്കിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർക്കിഡുകൾ മണ്ണിൻ്റെ സഹായമില്ലാതെ വളരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓർക്കിഡേറിയം ഓർക്കുക, ഓർക്കിഡ് ചെടികളുടെ പൂന്തോട്ടമാണ് ഓർക്കിഡേറിയം. അതിൻ്റെ ചിത്രമാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ. അപ്പം മരവാഴ എന്നുള്ളത് ഓർക്കിഡിൻ്റെ ഒരു ഇനമാണ്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് മരവാഴയാണ്. അതിൻ്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കൂ. ആ വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ വേരുകൾ ഈ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും. അപ്പോൾ ഈ മരവാഴയുടെ വേരുകൾ നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവകൾ താമസിക്കുന്നതിന് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ആഹാരം സ്വയം പാചകം ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റ്. അപ്പോൾ വസിക്കാൻ വേണ്ടി മാത്രം, വാസസ്ഥലമായിട്ട് മാത്രം മറ്റു ചെടികളെ ആശ്രയിക്കുകയും സ്വയം ആഹാരം നിർമ്മിക്കുകയും ചെയ്യുന്ന മരവാഴ പോലുള്ള, ഓർക്കിഡ് ഫാമിലിയിലെ മരവാഴ പോലുള്ള സസ്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് എപ്പിഫൈറ്റ് ആണ്. അപ്പം എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കോ? അത്ര ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല അല്ലേ. കാരണം അത് സസ്യങ്ങളുടെ ലവണങ്ങളോ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന ഭക്ഷണങ്ങളോ ഒന്നും വലിച്ചെടുക്കുന്നില്ല. എന്നാൽ ഇനി പരാത സസ്യങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. മാവിലും മറ്റും പടർന്ന് വളരുന്ന ഇത്തിൽ കണ്ണി. ഇത് കണ്ടില്ലേ, ഇത്തിൽ കണ്ണി. അപ്പം ഇത് മാവിന് ഗുണകരമാണോ ദോഷകരമാണോ? നമ്മുടെ മൂടില്ലാത്ത ആളി, റഫ്ലേഷ്യ തുടങ്ങിയ ചെടികൾ. അപ്പോൾ ഈ പേരെല്ലാം പഠിക്കുക. ഇത്തിൽ കണ്ണി, മൂടില്ലാത്ത ആളി. ഇത്തിൽ കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും അവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തിൽ കണ്ണി നേരത്തെ പറഞ്ഞതുപോലെ അല്ല, നമ്മൾ പ്രയോഗം തന്നെയുണ്ട് അല്ലേ, അവനൊരു ഇത്തിൽ കണ്ണിയാണ്. അപ്പോൾ മറ്റൊരാളുടെ ബെനിഫിറ്റ് എടുക്കുക, അയാളുടെ അധ്വാനം വലിച്ചെടുത്ത് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇത്തിൽ കണ്ണി എന്ന് പറയുക. ഇത്തിൽ കണ്ണി അത് തന്നെയാണ് ചെയ്യുക. മാവ് നിർമ്മിച്ച ആഹാരങ്ങൾ ജലവും ലവണവും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്തിൽ കണ്ണി മാവിന് അല്ലെങ്കിൽ അത് എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു സസ്യത്തിന് ദോഷം ചെയ്യും. ഇനി ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്താളി. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള വള്ളി കണ്ടില്ലേ, മൂടില്ലാത്താളി. അതിന് മൂടില്ല, അതുകൊണ്ടാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത്. ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് ദോഷം ചെയ്യും. ചില സസ്യങ്ങൾ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്നു. അവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്നും സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതല്ല. അപ്പോൾ മറ്റു സസ്യങ്ങളിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുകയാണ്, അതുകൊണ്ട് ദോഷം ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായിട്ടുള്ള റഫ്ലേഷ്യയും ഈ ഇനത്തിൽപ്പെട്ട പരാത സസ്യങ്ങളാണ്. അപ്പോൾ റഫ്ലേഷ്യ, മൂടില്ലാത്താളി, ഇത്തിൽ കണ്ണി ഇതെല്ലാം പരാത സസ്യങ്ങളാണ്. ഇവകളെല്ലാം ആതിഥേയ സസ്യങ്ങളിൽ ദോഷം ചെയ്യുന്നവയാണ്. സോ നമുക്ക് അതിൻ്റെ ഫാക്റ്റിലേക്ക് വരാം. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ. അപ്പോൾ പരാതങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇത്തിൽ കണ്ണി ചെയ്യുന്ന എന്താ? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നു,
ദെൻ അവകൾക്ക് ഇലകളുണ്ടല്ലോ, ഇത്തിൽ കണ്ണിക്ക് ഇലയുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. അത് ദോഷകരമാണ് അല്ലേ? കാരണം മറ്റ് മരങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടി ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലവും ലവണവും ആര് വലിച്ചെടുക്കുകയാണ്? ഈ അർത്ഥപരാധങ്ങൾ വലിച്ചെടുക്കുകയാണ്. ആഹാരം സ്വയം നിർമ്മിക്കുന്നു. എന്നാൽ മൂടില്ലാത്ത ആള് ചെയ്യുന്നത് എന്താ? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ്. കാരണം ഇവയ്ക്ക് ഇലയില്ല അല്ലെ, വള്ളി പോലെ നിൽക്കുകയാണ്. നേരത്തെ ചിത്രത്തിൽ തന്നില്ല. അപ്പോൾ അവകൾക്ക് ആഹാരം പാചകം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആതിഥേയ സസ്യത്തിലുള്ള ഭക്ഷണം അവ തയ്യാറാക്കിയതിന് ശേഷം അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതിനെ നമ്മൾ പൂർവ്വപരാധങ്ങൾ എന്ന് പറയുന്നു. ഇവ രണ്ടും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യാണ്. ഒന്ന്, അവ ആഹാരം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ വലിച്ചെടുക്കുന്നു. മറ്റൊന്ന്, ആഹാരം നിർമ്മിച്ചതിന് ശേഷം വലിച്ചെടുക്കുന്നു. രണ്ടായാലും ആതിഥേയ സസ്യത്തിന് ദോഷം തന്നെയാണ്. പഠിച്ചേക്കുക. അർത്ഥപരാധം എന്ന് പറയുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജലവും ലവണവും വലിച്ചെടുക്കുക, എന്നിട്ട് ഇവ അത് ഉപയോഗിച്ച് ഭക്ഷണം ചെയ്യുക. പൂർണ്ണപരാധം എന്ന് പറയുമ്പോൾ ആതിഥേയ സസ്യം ആഹാരം നിർമ്മിച്ചതിന് ശേഷം ആഹാരത്തെ വലിച്ചെടുക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന്. ഇവിടെ ഈ ചിത്രത്തിൽ നോക്കൂ. ഇവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. ഇത്തരം സസ്യങ്ങളെ ശവോപജീവികൾ എന്ന് പറയുന്നു. അപ്പൊ ഇവകൾ ചെയ്യുന്നത് ജീർണിച്ചു പോയ വസ്തുക്കൾ, അവകളാണ് ശവം എന്ന് പറയുന്നത്. ജീർണിച്ചു പോകുന്ന വസ്തുക്കളെയാണ് നമ്മൾ ശവം എന്ന് പറയുന്നത്. അപ്പോൾ ശവത്തെ ഉപജീവിച്ച് ജീവിക്കുന്ന സസ്യങ്ങൾ ശവോപജീവികൾ എന്ന് പറയുന്നു. അപ്പോൾ ജീർണ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന സസ്യങ്ങളാണ് സാപ്രോഫൈറ്റ്സ്. ഇംഗ്ലീഷും കൂടെ പഠിച്ചു വെക്കുക, ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രം തരും. ശവോപജീവികൾ, ശവോപജീവികൾ. അപ്പോൾ പൂപ്പലുകൾ നമുക്ക് വളരെ സുപരിചിതമായിട്ടാണ് ഉള്ളതാണ് അല്ലേ? അപ്പോൾ റൊട്ടി അത് പഴകുന്ന സമയത്താണ് പൂപ്പൽ വരുന്നത്. അപ്പോൾ പഴകിയ റൊട്ടി ഉപയോഗിച്ചാണത് ജീവിക്കുന്നത് അല്ലേ? ഒരു കഷ്ണം റൊട്ടി നനച്ച് വെക്കൂ. 2 ദിവസത്തിന് ശേഷം ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ അവിടെ നമുക്ക് എന്ത് കാണാം? പൂപ്പലുകളെ കാണാം. ഈ പൂപ്പല് ഒരു ശവോപജീവിയാണ്. അപ്പോൾ ശവോപജീവികൾക്ക് ഉദാഹരണം നോക്കി വെക്കുക. കുട പോലെ മുളച്ചു പൊന്തുന്ന കൂണുകൾ, റൊട്ടിയിലെ പൂപ്പല്, ഇതെല്ലാം ശവോപജീവികളാണ്. ഓക്കെ അല്ലേ? ആഹാരത്തിലും വാസസ്ഥലത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ആഹാരത്തിനും വാസസ്ഥലത്തിനും വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് പരാത സസ്യങ്ങൾ. അത് തന്നെ പൂർണ്ണപരാതം, അർത്ഥപരാതം, എപ്പിഫൈറ്റുകൾ, ശവോപജീവികളൊക്കെ നമ്മൾ പറയും. ഇനി സപ്പോർട്ടിന് വേണ്ടി മറ്റ് മേഖലകൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഉപാധികൾ ആശ്രയിക്കുന്ന ആളുകളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഈ 2 പേരും കൂടെ പഠിച്ചു വെക്കുക. ശവോപജീവികൾ നിയോട്ടിയ, മോണോട്രോപ്പ. അപ്പം നിയോട്ടിയയും മോണോട്രോപ്പയും ശവോപജീവികളാണ്. നിയോട്ടിയ, മോണോട്രോപ്പ. ഇതിങ്ങനെ തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാണാപാഠം പഠിച്ചാൽ നമുക്കത് മാറിപ്പോകും. ഇനി താങ്ങ് കൊടുക്കാം, പന്തലിടാം. വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ നിലത്ത് പടർന്ന് പിടിച്ചിരിക്കുന്നത്, അതേപോലെ വള്ളി പോലെ കയറിലും മറ്റ് കമ്പുകളിലൊക്കെ പടർന്ന് പിടിച്ചിരിക്കുന്നത് കാണാം. കണ്ടില്ലേ? ഇവിടെ സസ്യങ്ങൾ നിലത്ത് പിടിക്കുന്ന സസ്യങ്ങളുണ്ടാവും. പിടിച്ചു കയറാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ള കയറിലൊക്കെ പിടിച്ചു തൂങ്ങിയിട്ടുള്ള സസ്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ കുമ്പള വള്ളിയിലെ സ്പ്രിങ് പോലുള്ള ഭാഗം കണ്ടിട്ടില്ലേ? ഈ സ്പ്രിങ് എന്താണ്? ഈ സ്പ്രിങ് പോലുള്ള ഭാഗത്തിൻ്റെ പ്രയോജനം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നോക്കുമ്പോൾ കുരുമുളക് ഒരു മരത്തിൽ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് അല്ലേ? പടവലം വള്ളികളിലും മറ്റും പന്തലിച്ചിരിക്കുകയാണ്. പാവല്, മേന്തോന്നി, ഇതെല്ലാം ഗ്ലോറിയോസ. അപ്പോൾ കുരുമുളക്, പടവലം, പാവല്, മേന്തോന്നി പോലുള്ള സസ്യങ്ങളെല്ലാം മറ്റ് വസ്തുക്കളിൽ താങ്ങി നിന്നുകൊണ്ടാണ് അവകൾ ജീവിക്കുന്നത്. സോ അവകളെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്ന പേര് ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. അപ്പോൾ അവയ്ക്ക് കാണ്ഡം അഥവാ സ്റ്റെമ്പ്, അതിൻ്റെ തടിക്ക്, സ്റ്റെമ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു തടിയാണല്ലേ കാണ്ഡം എന്നാണ് മലയാളം, സ്റ്റെമ്പ്.
ദുർബല കാണ്ഡങ്ങളായ സസ്യങ്ങൾക്ക് താങ്ങില്ലാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ. താങ്ങുകൾ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്പ്രിങ് പോലത്തുള്ള സാധനം ആ മറ്റുള്ള സസ്യങ്ങളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രധാനങ്ങൾ. സ്പ്രിങ് പോലുള്ള വസ്തുക്കൾക്ക് പറയുന്ന പേര് പ്രധാനങ്ങൾ എന്നാണ് കേട്ടോ. പ്രധാനങ്ങൾ എന്നാണ്. അപ്പൊ ആരോഹികൾ എന്താന്ന് പറഞ്ഞു, പ്രധാനങ്ങൾ എന്താന്ന് പറഞ്ഞു. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. ഇപ്പോൾ ചിലർക്ക് സ്പ്രിങ് ഉണ്ടാവില്ല, മറിച്ച് പറ്റുവേരുകൾ, ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന വേരുകൾ ഉണ്ടാവും. അത് ഉപയോഗിച്ച് മറ്റ് സസ്യങ്ങളിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. കുരുമുളക്, പാവൽ, പടവലം ഇവയ്ക്ക് ആരോഹികളാണ്. കുരുമുളക്, പാവൽ, പടവലം. അപ്പോൾ ഇവ സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് മറ്റു ചെടികൾക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ് ഇതെല്ലാം ഉദാഹരണങ്ങളാണ് അല്ലേ. ഇനി ഇതെല്ലാം നമ്മൾ ഇനി ശേഷം പറയാൻ പോകുന്ന ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ്. കാരണം ഇതെല്ലാം നിലത്തിങ്ങനെ പടർന്ന് പന്തലിച്ച് പോവാണ്. ആരോഹികൾ എന്ന് പറയുമ്പോൾ മറ്റൊരു സസ്യത്തിന്റെ മേലിങ്ങനെ കയറി നിൽക്കുകയാണ്, മുകളിലോട്ട് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഇഴവള്ളികൾ എന്ന് പറയുമ്പോൾ നിലത്തിങ്ങനെ ഇഴങ്ങി പോവുകയാണ് ഇഴവള്ളികൾ. കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ് ഇഴവള്ളികളാണ് കേട്ടോ. നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി ഇവകൾ ഇഴവള്ളികളാണ്. ഇഴവള്ളികൾ. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഉണ്ടാവില്ല. ഇവക്ക് പ്രധാനത്തിൻ്റെയും പറ്റുവേരിൻ്റെ ആവശ്യമില്ല. ഇത് പറ്റുവേരല്ല, ഒരു ചെറിയ ദുർബല കാണ്ഡത്തിൽ തന്നെ ഒരുപാട് വേരുകൾ ഉണ്ടാവും. ഈ വേരുകൾ ആ നിലത്ത് പടർന്നു പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് പറ്റുവേരുകളല്ല കേട്ടോ, ഇത് പറ്റുവേരുകളല്ല. അപ്പൊ ഇഴവള്ളികൾ നിലത്ത് പടർന്ന് പന്തലിക്കുന്നു. ആരോഹികൾ മറ്റു സസ്യങ്ങളുടെ മേലും മറ്റു കമ്പുകളുടെ മേലൊക്കെയാണ് പടർന്ന് പന്തലിക്കുന്നത്. അങ്ങനെ ആരോഹികൾക്കാണ് പ്രധാനത്തിൻ്റെയും പറ്റുവേരുകളുടെയും ആവശ്യം വരുന്നത്. ഇഴവള്ളികൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി വേരുകളിലേക്ക് വരാം. പേരാൽ, ആറ്റുകൈത. അപ്പം ഇതൊക്കെ വേരുകളാണ് അല്ലേ. ഇവിടെയൊക്കെ നോക്കുമ്പോൾ വേരുകൾ കാണാം. ഇവിടെയും പലതരത്തിലുള്ള വേരുകൾ. അപ്പോൾ വേരുകളിലും വ്യത്യാസമുണ്ട്. ഇവിടെ ചിത്രങ്ങളിൽ കൊമ്പിൽ നിന്നും കാണ്ഡത്തിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകൾ അല്ലേ. ആദ്യത്തതിൽ കൊമ്പിൽ നിന്നാണ്, ഈ ശിഖരങ്ങളിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ കാണ്ഡത്തിൽ നിന്നാണ്, ആ ഒരു സ്റ്റെമ്പിൽ നിന്നാണ് ശിഖരങ്ങൾ താഴേക്ക് വന്ന് നിൽക്കുന്നത്. അപ്പം എന്താണ് വ്യത്യാസം? ഒന്ന് താങ്ങുവേരാണ്, മറ്റൊന്ന് പൊയ്ക്കാൽ വേരുകളാണ്. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നു. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. അപ്പൊ ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്താറുണ്ട്. ഇങ്ങനെ മണ്ണിന് മുകളിൽ കാണുന്ന വേരുകൾക്ക് നമ്മൾ പറയുന്ന പേര് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. അപ്പൊ രണ്ട് വേരുകളും ചെയ്യുന്നത് ചെടികൾക്ക് സപ്പോർട്ട് കൊടുക്കലാണ്. മണ്ണിന്റെ മുകളിലാണ് ഇത്തരം വേരുകൾ കാണപ്പെടുന്നത്. പേരാലിൽ കാണുന്നത് താങ്ങുവേരുകളാണ്. നമ്മൾ ആദ്യം കൊടുത്ത പേരാലിൽ ആ ശിഖരത്തിൽ നിന്നും താഴേക്ക് വന്ന വേര് ആ മരത്തെ താങ്ങി നിർത്തുകയാണ്. ഇവ മുകളിലുള്ള ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നതാണ്. എന്നാൽ കൈതയിലെ വേരുകൾ തണ്ടിൽ നിന്ന് ഉള്ള വേരുകളാണ്. ഇത്തരം വേരുകൾക്ക് പൊയ്ക്കാൽ വേരുകൾ. അപ്പൊ തണ്ടിൽ നിന്നുള്ള വേരാണെങ്കിൽ പൊയ്ക്കാല്, ശിഖരങ്ങളിൽ നിന്നുള്ളതാണെങ്കിൽ താങ്ങുവേരുകൾ. മനസ്സിലായോ? അപ്പൊ ഇത് പൊയ്ക്കാല്, അതിന്റെ യഥാർത്ഥ കാല് സ്റ്റെമ്പാണ്, ബാക്കിയുള്ളത് ഫേക്ക് ആയിട്ടുള്ള കാലാണെന്ന് ഓർക്കുക. അങ്ങനെ ഓർക്കുക. തണ്ടിൽ നിന്ന് വന്ന് താഴേക്ക് നിൽക്കുന്നത് താങ്ങ് കൊടുക്കാനാണ്. അപ്പൊ താങ്ങ് വേരുകൾ, പൊയ്ക്കാൽ വേരുകൾ. ഇനി കണ്ടൽ ചെടിയെ കുറിച്ച് നോക്കാം. ഇവിടെ നോക്കൂ, കണ്ടൽ ചെടികൾ. ഇവിടെ കുറേ കാണ്ഡങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഇത് കാണ്ഡങ്ങളല്ല, വേരുകളാണ്, ശ്വസന വേരുകളാണ്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. മാംഗ്രോവ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇവയുടെ വേരിന്റെ അറ്റത്ത് അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. ഇവയുടെ വേരിന്റെ അറ്റം കണ്ട അന്തരീക്ഷത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് പറയുന്നതാണ് ശ്വസന വേരുകൾ. അപ്പോൾ വാതക വിനിമയത്തിന് സഹായിക്കുന്ന, ഓക്സിജൻ വലിച്ചെടുക്കാനും അല്ലെ ആവശ്യമാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നത് ഈ വേരുകളാണ്. സോ അതുകൊണ്ട് ഇതിനെ ശ്വസന വേരുകൾ എന്ന് പറയുന്നു. ഇനി ആഹാരം സംഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കുന്നത് പലതും പല ഭാഗങ്ങളിലാണ്.
ഇവിടെ നോക്കൂ, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കിഴങ്ങുകൾ കണ്ടില്ലേ? ഉരുളക്കിഴങ്ങ്, മരിച്ചീനി. കുറച്ചു കാലം വെച്ചിരുന്നാൽ ഇവ മുളച്ചു വരും അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിൽ വാങ്ങി ഒരാഴ്ചക്ക് കഴിയുമ്പോൾ മുളച്ചു വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? സാധാരണ മുളച്ചു വരുന്നത് വേരിൻ്റെ ഭാഗമാണ് അല്ലേ? വേരിലാണ് മരിച്ചീനി ആഹാരം സംഭരിച്ച് വെക്കുന്നത്. അപ്പോൾ വേരിൽ മരിച്ചീനി ആഹാരം സംഭരിച്ച് വെക്കുന്നു. അപ്പോൾ ആ ഒരു ആഹാരം സംഭരിച്ച് വെക്കുന്നതിനാണ് നമ്മൾ ആഹാരത്തിന് വേണ്ടി എടുക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകൾക്ക് പറയുന്ന പേര് സംഭരണ വേരുകൾ. അപ്പോൾ വേരിലാണ് ആഹാരം സംഭരിച്ച് വെക്കുന്നത് എങ്കിൽ ആ വേരിനെ പറയുന്ന പേര് സംഭരണ വേരുകൾ. അതിന് ഉദാഹരണം മരിച്ചീനിയാണ്. ഇനി എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. അപ്പോൾ ഈ മരിച്ചീനി മാത്രമല്ല ഈ ഒരു കൂട്ടത്തിൽ വരുന്നത്, അല്ലാതെയും വരുന്നുണ്ട് സംഭരണ വേരുകൾ. പക്ഷെ നമ്മൾ കാണുന്ന എല്ലാം സംഭരണ വേരുകളല്ല. താഴെ കുറച്ച് ഇത് കൂടെ നോക്കിയിട്ട് പോകാം. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങും ഒരു കിഴങ്ങാണ്, പക്ഷെ അതെന്തല്ല, വേരല്ല, അത് കാണ്ഡമാണ്, സ്റ്റെമ്പാണ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങൾക്ക് ഭൂകാണ്ഡങ്ങൾ. അപ്പോൾ വേരിലാണ് ഭക്ഷണം സംഭരിക്കുന്നത് എങ്കിൽ അതിനെ സംഭരണ വേരുകൾ എന്നും, ഇനി വേരിലല്ല കാണ്ഡത്തിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്, അതിന് രൂപാന്തരം വന്നു അത് കിഴങ്ങായിട്ട് മാറുകയാണെങ്കിൽ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ സംഭരണ വേരുകൾ വേരുകളിലുള്ള ആഹാരമാണ്. ഭൂകാണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റെമ്പ് ആ ഒരു ഭൂമിയുടെ അടിയിൽ ഒരു ഭക്ഷണ രൂപത്തിലേക്ക് ആയി മാറി വരുന്നതാണ്. സോ ഇവിടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സംഭരണ വേരുകൾ, ഭൂകാണ്ഡങ്ങൾ എന്ന് എഴുതാനാണ്. ക്യാരറ്റ് ഇതൊരു സംഭരണ വേരാണ് കേട്ടോ. ബീട്രൂട്ട് സംഭരണ വേരാണ്, ഞാൻ എസ് എന്നിടുകയാണ് തൽക്കാലം. ചേന അത് ഭൂകാണ്ഡമാണ്, ബി എന്നിടുകയാണ്, ഭൂകാണ്ഡമാണ്, സംഭരണ വേരല്ല. ചേമ്പ് ഭൂകാണ്ഡമാണ്. ഇഞ്ചി ഭൂകാണ്ഡമാണ്. കൂർക്ക സംഭരണ വേരാണ്. കൂവ ഭൂകാണ്ഡമാണ്. ദെൻ കപ്പ വരുന്നത്, കപ്പ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, മരിച്ചീനിയിൽ ആണല്ലോ കപ്പ. അത് നമുക്ക് എവിടെ കൊടുക്കാം? അത് സംഭരണ വേരുകളിൽ കൊടുക്കാം. ദെൻ മധുരക്കിഴങ്ങ് വരുന്നത് സംഭരണ വേരിലാണ്. ഇനി മഞ്ഞൾ വരുന്നത് ഭൂകാണ്ഡത്തിലാണ്. അപ്പം ക്യാരറ്റ്, ബീട്രൂട്ട്, കൂർക്ക, കപ്പ, മധുരക്കിഴങ്ങ് ഇത് സംഭരണ വേരുകളും, ചേന, ചേമ്പ്, ഇഞ്ചി, കൂവ, മഞ്ഞൾ എന്നിവ ഭൂകാണ്ഡങ്ങളാണ്. ഇത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ, മനസ്സിലാക്കി പഠിക്കാം. ഇത് PSC ചോദിക്കുന്നതാണ്. സോ ഈ ഒരു സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഷെയർ ചെയ്യാം. ഞാൻ പലതും ആക്റ്റീവായിട്ട് അതിനകത്ത് ഷെയർ ചെയ്ത് തുടങ്ങാത്തത് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് അധികം ആളുകളും ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞാലേ നമുക്ക് ചാനൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ദെൻ സസ്യലോകത്തെ വൈവിധ്യം. അടുത്ത ടോപ്പിക്ക്. ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് സസ്യലോകം അല്ലേ? സോ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ പരിശോധിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള സസ്യങ്ങളുണ്ട് എന്നൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളുടെ പല വിധത്തിലുള്ള വൈവിധ്യത്തെ നമ്മൾ പറയുന്ന പേര് ജൈവ വൈവിധ്യം എന്നാണ്. ജൈവ വൈവിധ്യം. അവിടെ കൂടുതൽ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. മരങ്ങൾ എന്തെല്ലാം നൽകുന്നു. ഇവിടെ നോക്കൂ, കുറേ പക്ഷികൾ അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് കൂടാണ്, അവർക്ക് ഭക്ഷണമാണ്, തണലാണ് അല്ലേ? മനുഷ്യന് വരെ തണൽ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പം മരം പക്ഷികൾക്ക് താമസവും ഭക്ഷണവും നൽകുന്നു. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം നൽകുന്നു അല്ലേ? അപ്പോൾ ഒരു മരം വെട്ടുകാരൻ മരത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന, മരം മുറിക്കൽ ദോഷകരമായിട്ട് ബാധിക്കുന്നത് എത്ര തരത്തിലുള്ള ജീവജാലങ്ങളെയും പക്ഷികളെയും ആണെന്ന് ഓർക്കുക. മനുഷ്യനെ തന്നെയും അത് ദോഷമാണ് അല്ലേ? സോ സസ്യങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് അവസാനം തന്നത്. അപ്പോൾ ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് കുറഞ്ഞ വിവരങ്ങളാണുള്ളത്. നമ്മൾ പതിയെ ഹയർ ക്ലാസ്സിലേക്ക് വരും. സോ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും പോലിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എത്ര പെട്ടെന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഹരിതകമുള്ള സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
സ്വപോഷികളല്ലാത്ത സസ്യങ്ങൾ, പരാദങ്ങൾ, ശവോപജീവികൾ എന്നിങ്ങനെ തരംതിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇനി എപ്പിഫൈറ്റുകളുണ്ട്. എപ്പിഫൈറ്റുകൾ എന്താ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അവകൾ താമസിക്കാൻ വേണ്ടി മാത്രം മറ്റ് മരങ്ങളെ ആശ്രയിക്കുന്നു. അതാണ് എപ്പിഫൈറ്റ് അല്ലേ. പിന്നെ ദുർബലകാണ്ഡ സസ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സസ്യഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലേ, സംഭരണ വേരുകളും ഭൂകാണ്ഡം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ സസ്യവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്താണെന്നും നമ്മൾ പറഞ്ഞു. സോ ഇനിയും കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ.